മക്കളെ, നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടും റേഷ്യോ എന്ന കൺസെപ്റ്റിലുള്ള തിയറം 3.2.11, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലംസും മോണോട്ടോൺ സീക്വൻസിൻ്റെ ഡെഫിനീഷനും കുറച്ച് എക്സാമ്പിൾസുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ തിയറത്തിലേക്ക് വരാം. തന്നിരിക്കുന്നത് എക്സ് ഒരു പോസിറ്റീവ് സീക്വൻസ് ആണ്. കൂടാതെ അത് റേഷ്യോന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് xn+1/xn ഇനിയാണ്. അതിൻ്റെ ലിമിറ്റ് എൽ എന്ന വാല്യൂ ആയിട്ട് വരുന്നുണ്ട്. അത് ഫൈനൈറ്റ് നമ്പറാണ്. ഇനി ഈ എല്ലിൻ്റെ വില <1 ആണെങ്കിൽ ഈ xn എന്ന ഗിവൺ സീക്വൻസ് ടെൻസ് ടു 0 എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇഫ് xn ഈസ് എ പോസിറ്റീവ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ദ corresponding ratio sequence tends to a point L in which L <1, then the given sequence xn tends to 0. തന്നിരിക്കുന്ന സീക്വൻസ് പോസിറ്റീവ് ആവുകയും റേഷ്യോ സീക്വൻസ് ലിമിറ്റിംഗ് വാല്യൂ 1 കുറവുമാണെങ്കിൽ ഗിവൺ സീക്വൻസ് 0ലേക്ക് ടെൻഡ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ പ്രൂഫ്. Given that our xn is positive, xn positive means the ratio sequence xn+1/xn is also positive. Okay, and what's our assumption? L equal to limit n tends to infinity xn+1/xn exist എന്നാണ്. പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് xn+1/xn പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് സീക്വൻസിൻ്റെ ലിമിറ്റും എല്ലായ്പ്പോഴും പോസിറ്റീവോ അല്ലെങ്കിൽ 0യോ ആയിരിക്കും. ദാറ്റ് മീൻസ് എൽ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. തിയറം 3.2.4 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് L<1 ആണ് എന്ന് പറഞ്ഞു എങ്കിൽ xn tends to 0 എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അസ്യൂം ദാറ്റ് L<1. വി നീഡ് ടു പ്രൂവ് xn tends to 0. L<1 ആണെങ്കിൽ നമുക്കറിയാം L റിയൽ നമ്പറാണ്. 1 ഈസ് ആൾസോ അനദർ റിയൽ നമ്പർ സച്ച് ദാറ്റ് L<1. ഇഫ് x<y then there is a real number or rational number lies between these two. നമ്മൾ പഠിക്കുന്ന ഡെൻസിറ്റി തിയറം ഉണ്ട്. then by the density theorem for rational or irrational, ഒന്നല്ലെങ്കിൽ rational അല്ലെങ്കിൽ irrational യൂസ് ചെയ്യുക. L<1 means there is an intermediate rational or irrational number, say R. അതായത് R എന്ന നമ്പർ ഇത് രണ്ടിൻ്റെ ഇടയിലുണ്ടാവും. L<R>1. ഓക്കെ, അപ്പോൾ ഇവിടെ R എല്ലിനേക്കാൾ വലുതായതുകൊണ്ട് R-L മസ്റ്റ് ബി പോസിറ്റീവ്. യു ക്യാൻ ചൂസ് ഇറ്റ് ആസ് എപ്സിലോൺ. ഓക്കെ, ഇനി നമ്മൾ xn+1/xn ടെൻസ് ടു L എന്നതിൻ്റെ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യണം. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്സിലോൺ തന്നിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ കെ ഓഫ് എപ്സിലോൺ. ഓക്കെ, ഒരു kth ഏജ് മുതൽ മോഡുലസ് ഓഫ് xn+1/xn മൈനസ് L ഈസ് < ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ. ഇനി അതിൽ തന്നെ മോഡുലസിൻ്റെ ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ, അതായത് മോഡ് A <c if and only if - c <a c ഉപയോഗിക്കുമ്പോൾ L - ε xn+1/xn മൈനസ് അവിടെ അറ്റ് എ ടൈം ഡയറക്റ്റ് ഉപയോഗിച്ച് രണ്ട് ടൈമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ആക്ച്വലി - ε xn+1/xn മൈനസ് L ഈസ് എപ്സിലോൺ എന്നാണ് എടുത്തിരുന്നത്. അതിനെ L ആഡ് ചെയ്യുന്ന സമയത്താണ് L - ε xn+1/xn L+ε ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ കിട്ടും. ഓക്കെ, പക്ഷേ നമുക്കറിയാം xn+1/xn റേഷ്യോ സീക്വൻസ് പോസിറ്റീവ് ആണ്. സോ 0 മസ്റ്റ് ബി xn+1/xn L+ε കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എപ്സിലോൺ ഹിയർ. വാട്ട് വിൽ ഹാപ്പൻ? 0 xn+1/xn L+R-L - L പ്ലസ് എല്ലും കട്ടിയുമ്പോൾ R എന്ന് കിട്ടും. ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് xn+1 ഈസ് R ഇൻറ്റു xn ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എപ്സിലോൺ. അപ്പോൾ xn+1 R ഇൻറ്റു xn ആണെങ്കിൽ xn R ഇൻറ്റു xn-1 ആയിരിക്കും. അത് രണ്ടും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ 0 xn+1 R ഇൻറ്റു xn. xnൽ ഈ തൊമ്മുള്ള പ്രോപ്പർട്ടി വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ R ഇൻറ്റു xn-1 കിട്ടും. ദാറ്റ് ഈസ് R² ഇൻറ്റു xn-1. xn-1 R ഇൻറ്റു xn-2 ആണ്. അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് റൈറ്റിൽ R³ ഇൻറ്റു xn-2 കിട്ടും. കണ്ടിന്യൂസ് പ്രോസസ് അപ് ടു ദ kth ടേം. k എന്ന് പറയുന്ന ടേം വരെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് R⁻n-k-1 ഇൻറ്റു xk. ഈ n-k-1 പറഞ്ഞാൽ ആക്ച്വലി n+1 - k ആണെന്ന് ഓർക്കുക. ഓക്കെ, പുട്ട് c ഈക്വൽ ടു xk/rk. കാരണം R⁻n+1 - kയിൽ R⁻k എന്നുള്ളത് താഴത്തേക്ക് വരുമ്പോൾ R⁻k ആവും. അപ്പോൾ xk/rk എന്നാവും. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ടേമിലുള്ളത് ആക്ച്വലി Rn+1 ഇൻറ്റു c എന്ന ഫോമിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ദോർഫോർ മുകളിലുള്ള ഇനിക്വാളിറ്റി എന്തായി മാറും? 0 xn+1. ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം നമ്മൾ എഴുതുന്നുള്ളൂ. 0 xn+1
സി ഇൻറ്റു ആർ എൻ പ്ലസ് വൺ. ആർ എൻ പ്ലസ് വൺ അല്ല, ആക്ച്വലി ആർ റേസ് ടു എൻ പ്ലസ് വൺ. ഓക്കെ, ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എക്സ് വൺ പ്ലസ് വൺ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് മോഡ് എക്സ് എൻ പ്ലസ് വൺ എഴുതാം. ഒരു മൈനസ് സീറോയും അപ്ലൈ ചെയ്യാം. സോ യു ഗോട്ട് വാട്ട്, മോഡ് എക്സ് എൻ പ്ലസ് വൺ മൈനസ് സീറോ ഈസ് ലെസ് ദാൻ സി ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് വൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇപ്പോൾ ശരിക്കും തിയറം 3.1.10 പോലെയാണ്. ആർ എൻ പ്ലസ് വൺ പൂജ്യത്തിലേക്ക് ടെൻഡ് ചെയ്യുന്നത്, സി പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എൻ പ്ലസ് വൺ ടെൻസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സീറോയിലേക്കായിരിക്കും ടെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫ് കിട്ടുന്നു. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡെൻസിറ്റി തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തിയറം 3.1.10 യൂസ് ചെയ്താണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ള സിറ്റുവേഷൻ ആലോചിക്കണം. ഒരു സീക്വൻസിൽ പവറായിട്ട് n വരികയോ അല്ലെങ്കിൽ ഫാക്ടോറിയൽസ് വരികയോ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ് ഈ റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ്, ഈ തിയറം. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് റേഷ്യോ ടെസ്റ്റ് ഒന്നും ആയിരിക്കില്ല പരീക്ഷയ്ക്ക് ചോദിക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് തരും, അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുക. ഇനിയിപ്പോൾ റേഷ്യോ ടെസ്റ്റിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഇവിടെ L<1 കൂടെ എന്തുകൂടി 3 കാര്യങ്ങൾ എഴുതണം. അതായത് L > 1 ആണെങ്കിൽ xn ഡൈവേർജൻ്റ് ആയിരിക്കും. L = 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ചെയ്യുന്ന പറയുക. നമുക്ക് പറയാൻ പറ്റില്ല കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ എന്നതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. xn = n/2n കൺവേർജ് ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ താഴത്തെ അതിൽ 2n ഉള്ളത് കൊണ്ട് നമുക്കിവിടെ ഈ റേഷ്യോ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ xn = n/2n, xn + 1 = n+1 ഡിവൈഡഡ് ബൈ 2n + 1. സോ xn + 1/xn ബിക്കംസ് എന്തായി മാറും, n+1/2n+1 ഇൻറ്റു 2n ഡിവൈഡഡ് ബൈ n ആവും. കാരണം ഹോൾ ഡിവൈഡഡ് ബൈ കൊടുക്കുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക ചെയ്ത്. അപ്പോൾ അവിടെ നമുക്ക് 2n ഉം 2n+1 കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുക. അതുപോലെ n കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ 1+1/n ഡിവൈഡഡ് ബൈ 2n+1 ഇൻറ്റു 2n ഡിവൈഡഡ് ബൈ n എന്നാവും. n കട്ട് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടിയത് 1+1/n ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും കിട്ടുക. അതിനകത്ത് 1+1/n ടെൻസ് ടു 1 ആണ്. 2ലേക്ക് തന്നെ പോവുക. സോ 1/2 എന്ന് കിട്ടുന്നു. അവർ ലിമിറ്റ് ബിക്കംസ് L = 1/2. ദാറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ 1. ദെൻ ബൈ തിയറം, ഓക്കെ, ഈ റേഷ്യോ എന്ന് പറയുന്ന ഈ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, xn ടെൻസ് ടു 0 എന്ന് പറയാൻ പറ്റും. അടുത്തൊരു പ്രോബ്ലമാണ് xn = 2n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ടെൻസ് ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. വീണ്ടും ഇവിടെ നമുക്ക് അവിടെ ഫാക്ടോറിയൽ നൊട്ടേഷനും പവർ നൊട്ടേഷൻ n ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ യൂസ് അവർ റേഷ്യോ ടെസ്റ്റ്. സോ xn = 2n divided by n factorial. It must be positive ആണ്. So you can choose xn + 1 and check the ratio sequence xn + 1/xn. Its value is 2/n + 1 എന്ന് കിട്ടും. കട്ടിങ് എല്ലാം കഴിയുമ്പോൾ അത് ടെൻസ് ടു എവിടേക്കായിരിക്കും, 0ലേക്കായിരിക്കും അല്ലേ. 2 കോൺസ്റ്റൻ്റ് ആണ്. 1/n + 1 0ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 2 × 1/n + 1 ടെൻസ് ടു 0 ആയിരിക്കും. സോ L = 0, that must be less than 1. Again തിയറം 3.2.11 പ്രകാരം നമുക്ക് ഇതിന് ലിമിറ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട മോണോട്ടോൺ സീക്വൻസ് എന്നതിൻ്റെ ഡെഫിനിഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിനെ ഇൻക്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വാല്യൂസ് അടുത്ത ടേം മുതൽ കൂടി വരിക. അതായത് x1 ≤ x2 ≤ x3 ≤ എക്സെട്ര, xn ≤ xn + 1 ≤ എക്സെട്ര. അപ്പോൾ അതിന് സിംപ്ലി നമുക്ക് പറയാം xn ≤ xn + 1 ഫോർ എവരി n എലമെൻറ്റ് ഓഫ് n പറയാം. ചിലപ്പോഴൊക്കെ നമ്മളതിനെ വേണമെങ്കിൽ റൈറ്റ് ടേം മൈനസ് ലെഫ്റ്റ് ടേം > 0 എന്ന് പറയാം. അതായത് xn + 1 - xn > 0 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മോണോട്ടോൺ ഡിക്രീസിങ് ആകുമ്പോൾ ഇത് നേരെ തിരിച്ചെഴുതുക. അതായത് xn > xn + 1 ഫോർ എവരി n എലമെൻറ്റ് ഓഫ് n. ഓക്കെ, അതായത് xn + 1 - xn < 0 എന്ന് കിട്ടും. അപ്പോൾ xn + 1 - xn > 0 ആണെങ്കിൽ ഇൻക്രീസിങ്, xn + 1 - xn < 0 ആണെങ്കിൽ ഡിക്രീസിങ്. ഇതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ജനറലി മോണോട്ടോൺ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഐദർ മോണോട്ടോൺ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കോൺസ്റ്റൻറ്റ് സീക്വൻസ് ഇൻക്രീസിങ് ആസ് വെൽ ആസ് ഡിക്രീസിങ് ആണ്. രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും കോൺസ്റ്റൻറ്റ് സീക്വൻസുകളിൽ. അപ്പോൾ എക്സാമ്പിളുകൾ എഴുതുമ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് സീക്വൻസ് ഈസ് മോണോട്ടോൺ ഇൻക്രീസിങ് ആസ് വെൽ ആസ് ഡിക്രീസിങ് എന്ന് പറയാം. ഇപ്പോൾ ഒരു നാച്ചുറൽ സീക്വൻസ് 1 2 3 എക്സെട്ര എന്ന് എടുത്തു. x = അത് xn = n എന്ന് കൊടുക്കുമ്പോൾ അത് ഇൻക്രീസിങ് ആണ്. 1/n ആണ് എടുക്കുമ്പോൾ അത് ഡിക്രീസിങ് ആണ്. ഇനി അടുത്തത് ഒരു നമ്പറിൻ്റെ വാല്യൂ 0 നും 1 നും ഇടയിലാണെങ്കിൽ അതിൻ്റെ പവർ സീക്വൻസ് നമുക്ക് ടെൻസ് ടു 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കുക, അത് മോണോട്ടോൺ ഡിക്രീസിങ്ങും കൂടിയാണ്.
കുറഞ്ഞ് വരും. കാരണം ബി ഈക്വൽ ടു 1/2 കൊടുത്താൽ ബി സ്ക്വയർ 1/4 ആവും, ബി ക്യൂബ് 1/8 ആവും. അതായത് അത് കുറയുകയാണ് ചെയ്യുന്നത്. ഇഫ് സി ഗ്രേറ്റർ ദാൻ 1 ദെൻ എക്സ് ഈക്വൽ ടു 0:1/n എന്ന് പറയുന്നത് മോണോട്ടോൺ ഡിക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ സി ഈക്വൽ ടു നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് 16 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹോൾ റേഷ്യോ 1/2 കൊടുത്താൽ അത് 4 ആവും. അപ്പോൾ 16 പോയി 4 ആയി. വീണ്ടും ഹോൾ ക്യൂബ് എടുക്കുമ്പോൾ 4ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും ആ വാല്യൂ കുറയുകയും ചെയ്യുക, 1 ആയി മാറും. ഓക്കെ, അപ്പോൾ റെഡ്യൂസ് ചെയ്ത് വരും. അപ്പോൾ അത് മോണോട്ടോൺ ഡിക്രീസിങ് ആയിരിക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാൽ സൈൻ എൻ എന്ന് പറയുന്നത്. ഈ സൈനിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം, ഓസിലേഷൻ പീരിയോഡിക് ഫംഗ്ഷനാണ്. അപ്പോൾ സൈൻ എൻ എന്ന സീക്വൻസ് പറഞ്ഞാൽ സൈൻ 1, സൈൻ 2, സൈൻ 3 എന്ന് പറയുന്നത് വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടാണ് ഇരിക്കുക. അപ്പോൾ അത് നൈദർ ഡിക്രീസിങ് നോർ ഇൻക്രീസിങ്. അത് ഇൻഫിനിറ്റ്ലി ഓസിലേറ്റിംഗ് ടൈപ്പ് സീക്വൻസ് എന്ന് വിളിക്കുക, ഇൻഫിനൈറ്റ്ലി ഓസിലേറ്റിംഗ്. ഇപ്പോൾ തൊട്ട് എക്സാമ്പിൾ 6ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു -1/n ആണ്. അത് ഫൈനൈറ്റ്ലി ഓസിലേറ്റിംഗ് ആണ്. ആദ്യത്തെ വാല്യൂ -1 പിന്നെ 1 -1 1. ഇപ്പോൾ ഫൈനൈറ്റ്ലി ഓസിലേറ്റ്. സൈൻ എന്നിൻ്റെ കാര്യത്തിലാവുമ്പോൾ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറേ സമയം പോസിറ്റീവ് സൈഡിലേക്ക് പോകും, പിന്നെ നെഗറ്റീവ് സൈഡിലേക്ക് വരും. വാല്യൂസ് അധികം റിപ്പീറ്റേഷനൊന്നും ഇല്ലാതെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടേം വരെ മോണോട്ടോൺ ഡിക്രീസിങ് ഇൻക്രീസിങ് പറയാൻ പറ്റാതിരിക്കുകയും അതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ കുറയുക അല്ലെങ്കിൽ കൂടുക. അപ്പോൾ തൊട്ട് കാണുന്ന എക്സാമ്പിൾ 7 നോക്കിയാൽ -2 0. അതിൽ -2 കഴിഞ്ഞാൽ ആദ്യം -2 അത് കഴിഞ്ഞിട്ട് 0 എന്ന് കൂടുക ചെയ്ത്, -2 0 എന്ന് കൂടുക ചെയ്ത് 0 കഴിഞ്ഞ് 1 വന്നപ്പോഴും കൂടുക ചെയ്തു. അപ്പോൾ -2 0 എന്നുള്ളതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കിയാൽ അറിയാം 1 1/2 1/3 എന്നുള്ളത്. അതായത് അപ്പോൾ ആദ്യത്തെ 2 പേര് മാത്രമേ പ്രശ്നമുള്ളൂ. മൂന്നാമത്തെ ടേം മുതൽ അത് ഡിക്രീസിങ് കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ടേമിൽ നിന്ന് കൂടി രണ്ടാമത്തേലേക്ക്, രണ്ടാമത്തിൽ നിന്ന് മൂന്നാമത്തേലേക്ക് കൂടി, പിന്നീട് അങ്ങ് കുറയും. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ എന്ന് വിളിക്കാം. അടുത്തൊരു സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ 7 6 2. 7 6 അത് കുറയുകയാണ്, 2 വീണ്ടും കുറഞ്ഞു, 1 വീണ്ടും കുറഞ്ഞു, പക്ഷേ പിന്നീട് കൂടുകയാണ്. അപ്പോൾ അവിടെ 7 6 2നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 1 2 3 4 അത് ഇൻക്രീസിങ് ടൈപ്പാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ ഇൻക്രീസിങ്. അപ്പോൾ എക്സാമ്പിൾ 7 അൾട്ടിമേറ്റ്ലി മോണോട്ടോൺ ഡിക്രീസിങ് ആണ്. ഓക്കെ, താങ്ക് യു.